ഹേ ഗൈസ്, നത്തിങ് ഫോൺ 1ൻ്റെ പ്രീ ഓർഡർ പാസ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് എങ്ങനെ 2000 റുപ്പീസിന് വാങ്ങിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ അതിനാദ്യം തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെർച്ച് ബാറിൽ നത്തിങ് ഫോൺ 1 പ്രീ ഓർഡർ പാസ് എന്ന് സെർച്ച് ചെയ്യുക. നത്തിങ് ഫോൺ 1 പ്രീ ഓർഡർ എന്ന് അടിക്കുമ്പോഴേക്കും നമുക്കതിൽ ഓപ്ഷൻ കാണാം. സോ ഇതേപോലെയാണ് ഓപ്ഷൻ വരിക, നത്തിങ് ഫോൺ 1 പാസ് എന്ന്. നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഈ കാണുന്നതാണ് പ്രീ ഓർഡർ പാസ്. നമുക്കിതിൽ ഏറ്റവും മുകളിൽ നമുക്ക് അൺലോക്ക് ദി പാസ് ഫോർ ₹2000 വയ പ്രീ ഓർഡർ ഇൻവൈറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രൈസ് ഇരിക്കുന്നത് ഏകദേശം 1 lakh റുപ്പീസിനാണ്. സോ നമുക്ക് പ്രീ ഓർഡർ പാസ് കിട്ടണമെങ്കിൽ നമ്മളത് നത്തിങ്ങിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഒപ്പിക്കണം. നത്തിങ് ഫോൺ 1 ലോഞ്ച് ചെയ്യുന്നത് ജൂലൈ 12-നാണ്. സോ അതുവരെ നമുക്ക് ടൈമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രീ ഓർഡർ പാസിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 2000 റുപ്പീസ് ഫുള്ളി റീഫണ്ടബിൾ ആണ്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നത്തിങ് ഫോൺ 1 12 ജൂലൈന് ലോഞ്ച് ആകുമ്പോൾ അന്ന് മുതൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫോണിൻ്റെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഈ പ്രീ ഓർഡറിന് കൊടുത്ത് 2000 റുപ്പീസ് ഡെഡ്യൂസ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ 1 lakh റുപ്പീസിന് കാണിക്കുന്ന പ്രീ ഓർഡർ പാസ് എങ്ങനെ 2000 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാം എന്നാണ്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നത്തിങ് എന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ ഗൂഗിൾ ക്രോമിൽ നത്തിങ് സെർച്ച് ചെയ്താൽ ഇതേപോലെ നമുക്ക് പ്രീ ഓർഡർ ഫോൺ 1 എന്ന് ആദ്യം തന്നെ കാണാൻ പറ്റും. സോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നത്തിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറും. അതിൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്നതാണ് നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ്. അത് 1,77,848 പീപ്പിൾ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇൻവൈറ്റ് ഓൺലി പ്രീ ഓർഡർ എന്ന് കാണാൻ പറ്റും. അതിൻ്റെ അടിയിലായിട്ട് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇൻവിറ്റേഷൻ കോഡ് ഇല്ലാത്തവർ ജോയിൻ ദി വെയിറ്റ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കാനാണ്. അതായത് നമ്മൾ നത്തിങ്ങിൽ ആദ്യം തന്നെ സൈനപ്പ് ചെയ്യണം. സോ സൈനപ്പ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മളിവിടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 ചെക്ക് ബോക്സ് ഉണ്ട്, അത് രണ്ടും ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൺഫേം ആണ് കൊടുക്കേണ്ടത്. സോ അതല്ലാണ്ട് വേറെ 2 ഓപ്ഷൻ അടിയിലുണ്ട്. അതിലൊന്ന് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അക്കൗണ്ടും പിന്നെ ഒന്ന് കണ്ടിന്യൂ വിത്ത് ആപ്പിൾ അക്കൗണ്ടാണ്. പിന്നെ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ഇവിടെ സൈൻ ഇനിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ വെരിഫിക്കേഷൻ കോഡാണ് ചോദിക്കുക. അതായത് നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ ആ സെൻഡ് ചെയ്ത കോഡ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് 1 മിനിറ്റിന് ശേഷം രണ്ടാമതും സെൻഡ് അഗൈൻ കൊടുക്കാൻ പറ്റും. പിന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണമെന്ന്. സോ അതിനായിട്ട് നമ്മൾ ജിമെയിലേക്ക് പോവുക. സോ ഇതേപോലെ നമുക്ക് വെരിഫൈ യുവർ നത്തിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വരും. അതിൻ്റെ അടിയിൽ 6 ഡിജിറ്റ് കോഡ് കാണാം. ആ 6 ഡിജിറ്റ് കോഡ് അമർത്തി പിടിച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ വെരിഫിക്കേഷൻ കോഡിൽ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. നമ്മളവിടെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് പാസ്വേഡാണ്. സോ നമ്മൾ മിനിമം 8 ക്യാരക്ടറുള്ള പാസ്വേഡ് ഉണ്ടാക്കണം. അതിലൊന്ന് അപ്പർ കേസ് ലെറ്റർ ആയിരിക്കണം, ഒന്ന് ലോവർ കേസ് ലെറ്റർ ആയിരിക്കണം, പിന്നെ ഒരു നമ്പർ ഇൻക്ലൂഡഡ് ആവണം. ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടോയെന്ന് ചോദിക്കും. അതുള്ളവർ ടൈപ്പ് ചെയ്താൽ മതി, ബാക്കി ആർക്കും ഉണ്ടാവില്ല. സോ അവർ ഐ ഡു നോട്ട് ഹാവ് എ കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഇതേപോലെ നത്തിങ് ഒരു മെയിലും വരും. അതായത് അക്കൗണ്ടിൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അത് വെരിഫൈഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെയിലായിരിക്കും വരിക. സോ ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡു നോട്ട് ഹാവ് എ കോഡ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വെൽക്കം, താങ്ക്സ് ഫോർ സൈനിങ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണാം. അതിൽ നമ്മൾ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഹോം സ്ക്രീനിലേക്കാണ് വരിക. സോ ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. പിന്നെ നമുക്കൊരു മെയിൽ വരും. മെയിലിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ റഫറൽ കോഡ് തന്നിട്ടുണ്ടാവും. നമ്മൾ ഈ റഫറൽ കോഡ് എടുത്തിട്ട് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എന്നിട്ട് അവരോട് ഇതേപോലെ നത്തിങ്ങിൽ പോയിട്ട് സൈനപ്പ് ചെയ്യാൻ പറയുക. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻവിറ്റേഷൻ കോഡ് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. സോ അവരൊക്കെ ഇതേപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മുടെ നമ്പർ കയറി വന്നോളും. സോ നമുക്ക് പെട്ടെന്ന് ഇൻവിറ്റേഷൻ കോഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിനനുസരിച്ച് നമുക്ക് കോഡ് വരും. കോഡ് ഇതേപോലെ മെയിലായിട്ടാണ് വരിക. യുവർ പ്രീ ഓർഡർ ഇൻവൈറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ട് നത്തിങ് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അതിൽ ഏറ്റവും അടിയിൽ ഇതേപോലെ എൻ്റർ ദിസ് കോഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെയാണ് നമ്മുടെ ഈ കോഡ് ഉണ്ടാവുക. ആ കോഡ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു നീല കളറിൽ കാണാം. അത് ക്ലിക്കബിൾ ലിങ്കാണ്. നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് ഓപ്പൺ ആയി വരും. ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ ആദ്യം തന്നെ ചോദിക്കുക ഇതേപോലെ എൻ്റർ കൂപ്പൺ കോഡ് എന്നാണ്. അവിടെ നമ്മൾ ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ആഡ് കൂപ്പൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂപ്പൺ ആഡ് ആവും. കൂപ്പൺ ആഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഫ്ലിപ്കാർട്ടിൽ ഹോം സ്ക്രീനിൽ പോയിട്ട് സെർച്ചിൽ പോവുക. എന്നിട്ട് നേരത്തെ അടിച്ച പോലെ നത്തിങ് ഫോൺ 1 പാസ് എന്ന് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റേറ്റ് മാറിയത് കാണാം. നേരത്തെ 99,999 ഉണ്ടായിരുന്ന പ്രൈസ് ഇപ്പോൾ 2000 റുപ്പീസാണ് കാണിക്കുന്നത്.
സോ ഇതേപോലെയാണ് ഇൻവൈറ്റ് കോഡ് വെച്ചിട്ട് നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റുക. സോ ഇതേപോലെ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രീ ഓർഡർ പാസ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. സോ ബൈ നൗ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അഡ്രസ്സൊക്കെ കൊടുക്കുക. നമ്മൾ സാധാരണ ഓർഡർ ചെയ്യണ പോലെ തന്നെ അഡ്രസ്സ് കൊടുക്കുക, പിന്നെ നമുക്ക് ഏത് കാർഡിൽ നിന്നാണ് ട്രാൻസാക്ഷൻ ചെയ്യണേ അത് കൊടുക്കുക. സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് നത്തിങ് ഫോൺ 1 12 ജൂലൈയിൽ ലോഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നത്തിങ് ഫോണിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നത്തിങ് ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കുറച്ച് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ലോഞ്ചർ, MKBHDയുടെ ഒരു വീഡിയോ അതൊക്കെ കാണാം. പിന്നെ റൈറ്റ് ബോട്ടം കോർണറിൽ നോട്ടിഫൈ ചെയ്യുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ആകുമ്പോൾ, അതായത് നത്തിങ് ഫോൺ 1 ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരിക. ഇനി നത്തിങ് ഫോൺ 1നെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വീഡിയോ സെക്ഷനിൽ നത്തിങ് ലോഞ്ചർ ബേറ്റ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണാം. ആ വീഡിയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 1ലുള്ള ലോഞ്ചർ, അതുപോലെ തന്നെ നത്തിങ് ഫോണിൻ്റെ ഡിസൈൻ ലീക്സും ഫീച്ചർ ലീക്സും ഒക്കെ അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.